നിങ്ങളുടെ ജീവിതത്തിൽ എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും ഒരു പുരോഗതിയുമില്ലാതെ കടബാധ്യതകളിലും തടസ്സങ്ങളിലും പെട്ടുഴലുകയാണോ? വിധി എന്ന് പറഞ്ഞ് ഇതിനെ തള്ളിക്കളയാൻ വരട്ടെ. ഇതിനെല്ലാം പിന്നിൽ ഒരുപക്ഷെ നിങ്ങളുടെ ജാതകത്തിലെ വ്യാഴഗ്രഹത്തിന്റെ ദോഷഫലങ്ങളായിരിക്കാം. നവഗ്രഹങ്ങളിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യാഴഭഗവാന്റെ കോപം നിങ്ങളുടെ കുടുംബത്തിന്റെ സമാധാനം തന്നെ ഇല്ലാതാക്കാൻ കെൽപ്പുള്ളതാണ്. എന്നാൽ ഇതിനെയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് മാറ്റിമറിക്കാൻ സാധിക്കുന്ന അത്ഭുതകരമായ ഒരു പുണ്യദിനം വന്നെത്തിക്കഴിഞ്ഞു. ഒരു മലയാള മാസം തുടങ്ങി അതിൽ ആദ്യം വരുന്ന വ്യാഴാഴ്ചയ്ക്ക് ഹൈന്ദവ വിശ്വാസത്തിൽ സമാനതകളില്ലാത്ത പ്രാധാന്യമാണുള്ളത്. മുപ്പട്ട് വ്യാഴം എന്ന് വിളിക്കുന്ന ഈ സവിശേഷ ദിവസം വെറുമൊരു ദിവസമല്ല, പ്രപഞ്ചനാഥനായ മഹാവിഷ്ണുവിന്റെയും ബുദ്ധിയുടെയും ഭാഗ്യത്തിന്റെയും ദേവനായ വ്യാഴഭഗവാന്റെയും അനുഗ്രഹം ഒരേ സമയം ഭൂമിയിലേക്ക് ചൊരിയപ്പെടുന്ന അപൂർവ മുഹൂർത്തമാണ് ഇത്. വരുന്ന മിഥുനമാസത്തിലെ ആദ്യത്തെ വ്യാഴാഴ്ച അഥവാ മുപ്പട്ട് വ്യാഴം നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു വഴിത്തിരിവായി മാറിയേക്കാം. ഈ വർഷം ജൂൺ 15-നാണ് മിഥുനമാസം ആരംഭിക്കുന്നത്. തൊട്ടുപിന്നാലെ വരുന്ന ജൂൺ 18, അതായത് മാസത്തിലെ 4-ാം ദിവസം തന്നെയാണ് ഈ പുണ്യദിനം ഒത്തുവരുന്നത്. നമ്മുടെ എല്ലാ ദൗർഭാഗ്യങ്ങളെയും കാറ്റിൽ പറത്തി ഐശ്വര്യവും സമ്പത്തും കൊണ്ടുവരാൻ ഈ ഒരു ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം. ജാതകവശാലുള്ള ഗുരുദോഷങ്ങൾ കാരണം വിവാഹം മുടങ്ങിപ്പോകുന്നവർക്കും കരിയറിൽ പരാജയങ്ങൾ മാത്രം നേരിടുന്നവർക്കും ഈ ദിവസം നൽകുന്ന ഊർജം ചെറുതല്ല. ഈ 24 മണിക്കൂർ കൃത്യമായ നിയമങ്ങളോടെ പ്രാർത്ഥനയിൽ മുഴുകിയാൽ അസാധ്യമായി ഒന്നുമില്ലെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ഈ ദിവസത്തിന്റെ അത്ഭുതകരമായ വ്രതാനുഷ്ഠാന രീതികളും അതിന് പിന്നിലെ രഹസ്യങ്ങളും കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ദാമ്പത്യ തടസ്സങ്ങൾ നീക്കാനും അവിവാഹിതർക്ക് അനുയോജ്യമായ പങ്കാളിയെ വേഗത്തിൽ കണ്ടെത്താനും ഈ മുപ്പട്ട് വ്യാഴവ്രതത്തിലൂടെ സാധിക്കുമെന്നാണ് ശാസ്ത്രം. വെറുതെ പ്രാർത്ഥിക്കുന്നതുകൊണ്ടോ ക്ഷേത്രത്തിൽ പോയതുകൊണ്ടോ മാത്രം കാര്യമായില്ല. ഈ വ്രതം അനുഷ്ഠിക്കുന്നതിന് കൃത്യമായ ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങൾ തെറ്റിച്ചാൽ ഉദ്ദേശിച്ച ഫലം ലഭിക്കില്ലെന്ന് മാത്രമല്ല, ദോഷങ്ങൾ വർദ്ധിക്കാനും സാധ്യതയുണ്ട്. വ്രതമെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പുണ്യദിനത്തിൽ പുലർച്ചെ തന്നെ ഉണരണം. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ശരീരശുദ്ധി വരുത്തിയ ശേഷം വേണം ഭഗവത് ചിന്തയിലേക്ക് കടക്കാൻ. വീടും പരിസരവും വൃത്തിയാക്കി ദീപം തെളിയിച്ച് പ്രാർത്ഥനയോടെ വേണം ഈ ദിവസത്തെ വരവേൽക്കാൻ. ശരീരത്തിന്റെ ശുദ്ധി പോലെ തന്നെ പ്രധാനമാണ് മനസ്സിന്റെ ശുദ്ധിയും. ഈ ദിവസം പകൽ മുഴുവൻ ഒരിക്കലൂണ് നോൽക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ വഴി. അതായത് ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. പൂർണ്ണമായി ഉപവസിക്കാൻ ആരോഗ്യം അനുവദിക്കാത്തവർക്ക് മറ്റ് മാർഗങ്ങളുണ്ട്. പഴവർഗ്ഗങ്ങളോ ഗോതമ്പ് കൊണ്ടുള്ള ലഘുഭക്ഷണങ്ങളോ കഴിച്ച് വ്രതം തുടരാവുന്നതാണ്. എന്നാൽ വ്രതമെടുക്കുന്നവർ ഈ ദിവസം പകൽ ഉറങ്ങാൻ പാടില്ലെന്ന കർശനമായ നിയമമുണ്ട്. പകലുറക്കം വ്രതശുദ്ധിയെ പൂർണ്ണമായും ഇല്ലാതാക്കും. കൂടാതെ മനസ്സിൽ ദേഷ്യം, അസൂയ, പരദൂഷണം തുടങ്ങിയ ചിന്തകൾക്കോ പ്രവൃത്തികൾക്കോ സ്ഥാനം നൽകരുത്. ഇതിനെല്ലാം പുറമെ ഈ ദിവസം നമ്മൾ ധരിക്കുന്ന വസ്ത്രത്തിന്റെ നിറത്തിന് പോലും വലിയൊരു ശാസ്ത്രീയ രഹസ്യമുണ്ട്. മുപ്പട്ട് വ്യാഴാഴ്ച ദിവസം മഞ്ഞ നിറത്തിന് അതീവ പ്രാധാന്യമാണ് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ദിവസം വ്രതമെടുക്കുന്നവരും വിഷ്ണുക്ഷേത്ര ദർശനം നടത്തുന്നവരും മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനു പിന്നിൽ കേവലം ഒരു വിശ്വാസം മാത്രമല്ല, വലിയൊരു ശാസ്ത്രീയ സത്യം കൂടിയുണ്ട്. നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രകാശമാനമായ വ്യാഴഗ്രഹത്തിൽ നിന്നുള്ള പോസിറ്റീവ് ഊർജ്ജരശ്മികളെ നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യാൻ മഞ്ഞ നിറത്തിന് പ്രത്യേക കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത്. മഞ്ഞ വസ്ത്രം ധരിച്ച് ഭഗവാന് മഞ്ഞപ്പൂക്കൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നെഗറ്റീവ് ഊർജം പൂർണ്ണമായും മാറിപ്പോകും. ജ്യോതിഷപ്രകാരം വ്യാഴത്തിന്റെ അനുഗ്രഹമില്ലെങ്കിൽ ജീവിതത്തിൽ ഒരു കാര്യത്തിലും സ്ഥിരതയുണ്ടാകില്ല. കുട്ടികളുടെ പഠനകാര്യത്തിൽ ഏകാഗ്രതക്കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഈ വ്രതം അവർക്ക് വലിയൊരു അനുഗ്രഹമാണ്. വിദ്യാർത്ഥികൾക്ക് ബുദ്ധിവികാസവും പഠനത്തിൽ മികച്ച വിജയവും നേടാൻ വിഷ്ണുപ്രീതിയും വ്യാഴാനുഗ്രഹവും വഴിതെളിക്കും. അതുപോലെ തന്നെ എത്ര ശ്രമിച്ചിട്ടും നല്ലൊരു ജോലി ലഭിക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ഈ ദിവസം വഴിപാടുകൾ നടത്തുന്നത് വഴി പുതിയ അവസരങ്ങൾ കൈവരും. വിട്ടുമാറാത്ത രോഗദുരിതങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർക്ക് ശാരീരിക സൗഖ്യം നൽകാനും ഈ ദിവസത്തെ പ്രാർത്ഥനകൾക്ക് കഴിവുണ്ട്. മിഥുനമാസത്തിലെ ഈ സവിശേഷ ദിവസത്തിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രത്യേക ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. മിഥുനമാസത്തിലെ മുപ്പട്ട് വ്യാഴത്തിന് മറ്റു മാസങ്ങളെക്കാൾ സവിശേഷതകൾ ഏറെയാണ്. ഈ ദിവസം പുലർച്ചെ വിഷ്ണു ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന നിർമാല്യ ദർശനത്തോടെയാണ് പുണ്യചടങ്ങുകൾ ആരംഭിക്കുന്നത്. നിർമാല്യ ദർശനം നടത്തുന്നത് വഴി നമ്മുടെ മുൻജന്മ പാപങ്ങൾ പോലും അകലുമെന്നാണ് വിശ്വാസം. ക്ഷേത്രങ്ങളിൽ ഈ ദിവസം വിഷ്ണു സഹസ്രനാമ പാരായണം നിരന്തരമായി നടക്കുന്നുണ്ടാകും. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട തുളസിമാല സമർപ്പിക്കുന്നതും ഈ ദിവസത്തെ പ്രധാന വഴിപാടാണ്. കുടുംബത്തിൽ എന്നും സമ്പത്തും സമൃദ്ധിയും നിലനിൽക്കാൻ പാൽപായസവും വെണ്ണ നൈവേദ്യവും ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഭഗവത്ഗീത പാരായണം ചെയ്യുന്നതും കേൾക്കുന്നതും ഈ ദിവസത്തെ ഭക്തിസാന്ദ്രമാക്കും. വലിയ സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്നവർക്ക് ദാരിദ്ര്യമുക്തി നേടാൻ ഈ വഴിപാടുകൾ സഹായിക്കും.
ഒരു കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് ഏറ്റവും പ്രധാനം അവിടുത്തെ സന്തോഷമാണ്. കുടുംബസൗഖ്യത്തിനും സന്താനഭാഗ്യത്തിനുമായി മുപ്പട്ട് വ്യാഴം ദിനത്തിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടത്തുന്നത് വഴി ഭഗവാൻ അത് വേഗത്തിൽ കേൾക്കുമെന്നാണ് പറയപ്പെടുന്നത്. വൈകുന്നേരം ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഭക്തിഗാന ആലാപനങ്ങളും മനസ്സിന് വലിയൊരു പോസിറ്റീവ് ഊർജം സമ്മാനിക്കും. എന്നാൽ ഈ ആചാരങ്ങൾക്കെല്ലാം പിന്നിൽ കേവലമൊരു ദൈവവിശ്വാസത്തിനപ്പുറം നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന വലിയൊരു സന്ദേശം ഒളിഞ്ഞിരിപ്പുണ്ട്. ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ ശുദ്ധീകരിക്കുന്നതിലൂടെ മനുഷ്യനിലെ അഹംഭാവം പൂർണ്ണമായി ഇല്ലാതാക്കുക എന്നതാണ് ഈ 38 വ്യാഴാചരണത്തിന്റെ പ്രധാന സന്ദേശം. ഞാനെന്ന ഭാവം മാറാതെ ദൈവാനുഗ്രഹം സിദ്ധിക്കില്ലെന്ന് ഈ ദിവസം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമ്മെ നന്മയുടെ നേർവഴിക്ക് നടത്തുന്ന ഗുരുക്കന്മാരെയും മാതാപിതാക്കളെയും മുതിർന്നവരെയും ആദരിക്കേണ്ടതിന്റെ പ്രാധാന്യമാണ് ഈ പുണ്യദിനം മുന്നോട്ട് വയ്ക്കുന്നത്. ഒരു പുതിയ മാസത്തിന്റെ തുടക്കം തന്നെ ഇത്തരത്തിൽ പ്രാർത്ഥനയോടെയും നല്ല ചിന്തകളോടെയും ആരംഭിക്കുമ്പോൾ ജീവിതത്തിൽ പോസിറ്റീവ് മാറ്റങ്ങൾ തനിയെ സംഭവിച്ചു തുടങ്ങും. ചുരുക്കത്തിൽ പറഞ്ഞാൽ, ശുദ്ധമായ ശരീരവും വിവേകമുള്ള മനസ്സും ഗുരുത്വവുമുണ്ടെങ്കിൽ ജീവിതത്തിലെ ഏത് കഠിനമായ പ്രതിസന്ധിയെയും നമുക്ക് നിസ്സാരമായി മറികടക്കാൻ സാധിക്കും. ഇതാണ് 38 വ്യാഴവ്രതത്തിന്റെ യഥാർത്ഥ കാതൽ. ബാഹ്യമായ ആചാരങ്ങൾക്കപ്പുറം നമ്മുടെ ഉള്ളിലെ തിന്മകളെ അകറ്റി നന്മയുടെ വെളിച്ചം നിറയ്ക്കാൻ ഈ ഒരു ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് സാധിക്കും. ജീവിതത്തിൽ ഇതുവരെ അനുഭവിച്ച ദുരിതങ്ങൾക്കെല്ലാം അറുതി വരുത്താൻ മിഥുനമാസത്തിലെ ഈ പുണ്യദിനം നമ്മെ സഹായിക്കട്ടെ.